ഷിറിൻ അർപ്പിത്, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. So in the last class, we were discussing about execution of a complete instruction. Execution of complete instruction. After that, we discussed about execution of branch instructions. Okay. ആരോമൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാ. അൺകണ്ടീഷണൽ ബ്രാഞ്ചിൽ എന്തൊരു ഐഡിയ ഉണ്ടായിരുന്നത്? ആരോമൽ ലെഫ്റ്റ് ആയി. അർപ്പിത് പറയാൻ പറ്റുമോ? അർപ്പിത്, വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ? മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ ഹലോ, പറഞ്ഞു നോക്ക്. സ്ലൈഡ് നോക്കുക. ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ we have to load a different memory location. So offset is identified from instruction register. That value is added with the program counter value. അതായിരുന്നു കോൺസെപ്റ്റ്. ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മ ഉണ്ട്, പക്ഷെ അത് ബ്ലേഡാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതില്ല. ഓക്കെ, അപ്പൊ സ്ലൈഡ് നോക്കുക. അർപ്പിതൊന്ന് സ്ലൈഡ് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അൺകണ്ടീഷണൽ ബ്രാഞ്ചിന്റെ സ്ലൈഡ് വിസിബിൾ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് 1, 2, 3 representing we are fetching an instruction from the memory. അപ്പം ബ്രാഞ്ചിങ് ആണെങ്കിലും എന്ത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും we have to fetch the instruction from the memory. So program counter value is loaded into MAR, memory address register. ആ അഡ്രസ്സിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. വി ആർ പ്രൊവൈഡിങ് റീഡ് സിഗ്നൽ ടു ദി മെമ്മറി. റീഡ് നടക്കുമ്പോൾ തന്നെ വി ഹാവ് ടു ഇൻക്രിമെന്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ബൈ 4. കാരണം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണമെങ്കിൽ 4 കൊടുക്കണം. സോ സെലക്ട് ഫോർ മൾട്ടിപ്ലക്സർ എന്ന് നമ്മൾ 4 സെലക്ട് ചെയ്യും. ദെൻ ആഡ് ചെയ്തിട്ട് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? സെഡ് ഔട്ട് PC അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? 4 എന്ന് പറയുന്ന സാധനം റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? റീസൺ ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. ഓരോ തവണ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ 32 ബിറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റിസൈഡ്സ് ഇൻ I ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ റിസൈഡ്സ് ഇൻ I+4. അതായിരുന്നു കോൺസെപ്റ്റ്. ഓർമ്മയില്ലേ? ഓക്കെ. ദെൻ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഇസ് അപ്ഡേറ്റഡ് ആൻഡ് വി ആർ സ്റ്റോറിംഗ് ഇറ്റ് ഇൻ ടു PC. ദെൻ വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടാവും. ഫ്രം MDR ഔട്ട് ടു IR ഇൻ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മുടെ മെമ്മറിന്ന് ആ ഇൻസ്ട്രക്ഷനെ കൊണ്ടുവന്നു. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ആ ഇൻസ്ട്രക്ഷനിലാണ് ഉണ്ടാവുക. അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എത്ര ഓഫ്സെറ്റ് വാല്യൂ ആണ് നമ്മളിനി അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സോ ഓഫ്സെറ്റ് വാല്യൂ ഇസ് ഐഡന്റിഫൈഡ് ഫ്രം IR രജിസ്റ്റർ. ആ IR രജിസ്റ്ററിലെ ഓഫ്സെറ്റ് വാല്യൂയും ഓൾറെഡി വൈയിൽ എന്തുണ്ടാവും? നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഉണ്ടാവും. അതും കൂടി ആഡ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? PC ഇന്നിലേക്ക് ആ റിസൾട്ടിനെ കൊടുക്കുന്നു. ആ ഒരു ചെറിയ പോർഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ സെഡ് കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ രജിസ്റ്റർ. IR വാല്യൂ കിട്ടി, നമ്മൾ ALU പെർഫോം ചെയ്തു. പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഇസ് അപ്ഡേറ്റഡ്, ദെൻ പ്ലേസ്ഡ് ഇൻ ടു സെഡ്. സെഡ് ഈസ് എ ടെമ്പററി രജിസ്റ്റർ. സോ വാല്യൂ ഫ്രം ടെമ്പററി രജിസ്റ്റർ സെഡ് എന്നാണ് പിന്നെ അത് മേലോട്ട് പോയിട്ട് നമ്മളെ ത്രൂ ഇന്റേണൽ ബസ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ബ്രാഞ്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഇപ്പോൾ എവിടെയുണ്ട്? PC-യിലുണ്ട്. ഇനി PC വാല്യൂ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റിലോട്ട് പോകാം, ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോവാം. ആശിഷ്, ആദിത്യ, അഭിനവ്, സെൽവരാജ്, ഓൾമോസ്റ്റ് ക്ലിയർ അല്ലേ? നിങ്ങൾ നോട്ട് കുറച്ചുകൂടി നോക്കണം, നല്ലോണം വായിച്ചു തുടങ്ങണം. നോക്കുക. ദിസ് വാസ് ദി ഡയഗ്രാം ഫോർ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. ഹിയർ വി ഹാവ് ഓൺലി 1 ബസ്. ഓൾ ദി കമ്പോണൻസ് ആർ കണക്റ്റഡ് ടു ഇന്റേണൽ പ്രോസസർ ബസ്. അപ്പം ഇത് ഇന്ന് പറഞ്ഞതുകൊണ്ട്
ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ദെൻ വി ആർ ഗോയിങ് ടു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. സൈഡ് ഹെഡിങ് എഴുതുക, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. അഖിൽ സി വി ഫോണൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, സന്തോഷം. ദെൻ അനൈന, ഞാൻ ഓഡിബിൾ അല്ലേ അനൈന? ഓക്കെ, അനുപമ യു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. Yes, sir. ഓക്കെ, അനുപമ നോക്കുക. ദിസ് ഈസ് ദ ഡയഗ്രാം ഫോർ, ഞാൻ ഫുൾ സ്ക്രീൻ ഇടാം, ആരും ലീവ് ചെയ്യരുത്. This is the diagram for multiple bus organization. So we have bus named A in the left side, bus A, then bus B, finally right side ഒരു bus C. 3 buses available ആണ്. Then ഓർക്കുക, instead of different registers, there we have register 1, register 2, special purpose registers ഉണ്ടായിരുന്നു. Here we have a register file, which means എല്ലാ രജിസ്റ്റേഴ്സിനെയും കൂടി നമ്മൾ ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് രജിസ്റ്റർ ഫയൽ. സോ വൺ കണക്ഷൻ ഫ്രം ബസ് സി, ദെൻ രജിസ്റ്റർ ഫയൽ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ബസ് ബി ആൻഡ് ബസ് എ. ക്ലിയർ ആണെന്ന് തോന്നുന്നു. സിമിലർലി പ്രോഗ്രാം കൗണ്ടർ ഹാവ് എൻ ഇൻക്രിമെന്റർ യൂണിറ്റ്. ഇൻക്രിമെന്റർ മീൻസ് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും പ്രോഗ്രാം കൗണ്ടർ വാല്യൂ വിൽ ബി ഇൻക്രിമെന്റഡ് ബൈ 4. ആ ഒരു ടാസ്ക് ഇപ്പൊ ഇവിടെ പെർഫോം ചെയ്യുന്നത് ഇൻക്രിമെന്റർ ആണ്. നേരത്തെ എന്തായിരുന്നു, മൾട്ടിപ്ലക്സറിന് നമ്മൾ 4 വാല്യൂ എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്തത്. ഹിയർ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഈസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ബൈ ഇൻക്രിമെന്റർ യൂണിറ്റ്. അതാണ് ഈ ഡയഗ്രത്തിൽ വന്ന വേറൊരു ചേഞ്ച്. സിമിലർലി ALU ഹാവ് എ മൾട്ടിപ്ലക്സർ വിത്ത് ഇൻപുട്ട് കോൺസ്റ്റന്റ് എ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓൾറെഡി PC ഈസ് ഇൻക്രിമെന്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻക്രിമെന്റർ യൂണിറ്റ്, പിന്നെ എന്തിനാണ് കോൺസ്റ്റന്റ് 4 എന്ന് നിങ്ങൾ ചോദിക്കാം. അപ്പം റിലേറ്റീവ് ആയിട്ടുള്ള അഡ്രസ്സിങ് അല്ലെങ്കിൽ ഏതെങ്കിലും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ, ബൈ 4 ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റന്റ് 4നെ യൂസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഫോർ എല്ലാ പ്രോഗ്രാം എക്സിക്യൂഷനിലും ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എടുക്കുമ്പോൾ വി ഹാവ് ടു ഇൻക്രിമെന്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ബൈ 4. ഇവിടെ എന്തുണ്ട്, ഇൻ ദി കേസ് ഓഫ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ വി ഹാവ് എൻ ഇൻക്രിമെന്റർ യൂണിറ്റ്, പ്രോഗ്രാം കൗണ്ടറുമായിട്ട് അത് കണക്റ്റഡ് ആണ്. ദെൻ സിമിലർലി അനദർ കോൺസ്റ്റന്റ് ഫോർ അലോങ് വിത്ത് മൾട്ടിപ്ലക്സർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ, ഏതെങ്കിലും അഡ്രസ്സിംഗ് പർപ്പസിൽ കോൺസ്റ്റന്റ് 4 നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, രജിസ്റ്ററിൽ വന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്. പ്രീവിയസ് ഡയഗ്രത്തിൽ പറഞ്ഞതുപോലെ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മെമ്മറി വി ഹാവ് MDR ആൻഡ് MAR. ഇത്രയും ചേഞ്ചസ് നിങ്ങൾ നോക്കുക ഇൻ ദി കേസ് ഓഫ് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഇതേ സമയം സിംഗിൾ ബസ്സും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. ദർ വി ഹാവ് ഡിഫറെന്റ് സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് കോൺസ്റ്റന്റ് 4. എല്ലാ കോമ്പണൻസും ഒറ്റൊരു ബസ്സിലായിരുന്നു കണക്റ്റഡ്. ഹിയർ വി ഹാവ് മൾട്ടിപ്പിൾ ബസ്സസ് A, B ആൻഡ് C. ഈ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ലിയാന മറിയം ഒന്ന് ഓൺലൈൻ വന്നേ. ലിയാന അൺമ്യൂട്ട് ചെയ്യാ. ദെൻ മിൻഹജ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മിൻഹജ് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. വൈ വി ആർ യൂസിങ് ഇൻക്രിമെന്റർ യൂണിറ്റ്, പർപ്പസ് ഓഫ് ഇൻക്രിമെന്റർ യൂണിറ്റ്? We are using incrementer unit because for fetching instruction from the memory we have to increment program counter value by 4. ആ ഒരു പർപ്പസിനാണ് ഇൻക്രിമെന്റർ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുഹമ്മദ് നാസിഫ് ക്ലിയർ അല്ലേ? Then instead of different registers including R0, R1, temporary register, Y register, Z register, we have a register file. Intermediate value ഫിക്സ് ചെയ്യാനും ടേക്ക് ചെയ്യാനും ഒക്കെ വി ഹാവ് എ രജിസ്റ്റർ ഫയൽ. ഈ ഫയലിലേക്കാണ് നമ്മൾ വാല്യൂസ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. ALU സിമിലർ ആണ്.
ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ഇൻ IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ഡാറ്റേനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ ഡീകോഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. Then we are familiar with the MDR, memory data register. Content from the memory is loaded into MDR. So then MAR എന്തിനാ യൂസ് ചെയ്യുന്നത്? In order to fetch an instruction from the memory, we are saving the address into MAR. ഇതാണ് കോൺസെപ്റ്റ്. മിഥുൻ മോഹൻ ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യും മിഥുൻ. താങ്ക് യു. നന്ദ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. നന്ദ നായർ. മോളെ ക്ലിയർ അല്ലേ? വോയിസ് ക്രാക്ക് ആവുന്നുണ്ട്. ഇല്ല സാറേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ദെൻ നമുക്ക് മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. സോ ഒരു എക്സാമ്പിൾ എഴുതുക. പെർഫോം ആഡ് R6, R4, R5. പെർഫോം ആഡ് R6, R4, R5. നിവേദ്യ കേസി, ഞാൻ ഓഡിബിൾ അല്ലേ? Okay, we are performing content of R4 add with the content of R5, then storing the result into R6. ഇതാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നല്ല രീതിയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആൻഡ് ദിസ് ഈസ് അവർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. സിമിലർലി ഇൻ ദി ലാസ്റ്റ് ഡയഗ്രാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് എ മെമ്മറി. Suppose memory have an address. I have an address of 4000. ഈ 4000-ലാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളതെന്ന് കരുതാം. നമ്മളെ ഇൻസ്ട്രക്ഷൻ എവിടെയുണ്ട്? 4000-ലുണ്ട്. ആൻഡ് അവർ ഇൻസ്ട്രക്ഷൻ ഈസ് ആഡ് R6 is the destination, R4, R5. This is our instruction. So first we have to fetch this instruction from the memory. ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. Then the same time we have to increment program counter value by 4. That is the next task. Then we have different buses. A bus is there, B bus is there. With the help of A bus and B bus, we can load R4. We can load content of R4 and content of R5. Then we are performing addition operation and finally storing the result into R6. ഇതാണ് ടാസ്ക്. ഒന്നുകൂടി പറയാം. Our instruction, suppose our instruction add R6, R4, R5 resides in memory 4000. First we have to fed address 4000 into program counter. Means memory address register le value program counter il nammal kodukum. Then we have to perform read operation, which means we are reading this instruction from the memory and placing this instruction into IR instruction register. Then അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? We have to load R4 and R5 because operands resides in register R4 and R5. Then we have to perform addition operation. Then we are storing the result into register R6. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണോ? Your response? sir. Okay. Thank you. And Nandita, Prince Radhakrishnan, Rishikesh. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം കൗണ്ടർ ഔട്ട്. പ്രോഗ്രാം കൗണ്ടർ ഔട്ട് വെച്ചു എന്നല്ല മീൻ ചെയ്യുന്നത്. കണ്ടന്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ ഗോസ് ടു ബി. കണ്ടോ, ദർ ഇസ് എ കണക്ഷൻ ഫ്രം പ്രോഗ്രാം കൗണ്ടർ ടു ബസ് ബി. നോക്കുക, ഹിയർ ALU-ന് സെലക്ട് ചെയ്യാം ഏത് എ ആണോ ബി ആണോ ബസ്സിന് വേണ്ടത് എന്നുള്ളത്. സോ ഇവിടെയുള്ള കൺട്രോൾ സിഗ്നൽ ആണ് R=B. സപ്പോസ് എ ബസ്സിനെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ R=A ആയിരിക്കും. ഞാനത് പറയാൻ മറന്നുപോയി. ഇവിടെ R=B മീൻസ് ALU സെലക്ട് ചെയ്യുന്നത് ബസ് ബിനെയാണ്. അതിനു വേണ്ടിയുള്ള കൺട്രോൾ സിഗ്നൽ ആണ് R=B. നോട്ട്സിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ദെൻ പ്രോഗ്രാം കൗണ്ടർ ഔട്ട്, നമുക്ക് 4000 ആയിരുന്നു എക്സാമ്പിളിൽ. ഇൻസ്ട്രക്ഷൻ റിസൈഡ്സ് ഇൻ ലൊക്കേഷൻ എവിടെയാണുള്ളത്? പ്രോഗ്രാം കൗണ്ടറിന് അതറിയാം. പ്രോഗ്രാം കൗണ്ടർ ഔട്ട് ഇങ്ങനെ വന്നു, ഫ്രം ബി രജിസ്റ്ററിന്ന് വന്നിട്ട് അത് എവിടെ എത്തി? MAR in ത്രൂ ALU അതിങ്ങനെ വന്നിട്ട് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ഫെഡ് ആയി. ഇത് ക്ലിയർ ആയോ?
പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ നമുക്ക് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബസ് പ്രോഗ്രാം കൗണ്ടറിന്റെ ഔട്ട് പോകുന്നത് ബസ് ബിയിലേക്കാണ്. സോ R=B മീൻസ് സെലക്ടിങ് ബസ് ബി ത്രൂ പ്രൊസസർ. അത് ഇങ്ങനെ വന്നിട്ട് എവിടെയായി? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് സേവ് ആയി. ക്ലിയർ ആണോ? Then processor send a read request and incrementing PC/4. ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ incrementing PC/4. സോ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻക്രിമെന്റർ യൂണിറ്റ് പ്രോഗ്രാം കൗണ്ടർ incremented by 4. ഫസ്റ്റ് ലൈൻ ക്ലിയർ ആണോ? റെസ്പോൺസ് വരട്ടെ, അല്ലേ അല്ല എന്ന് പറഞ്ഞോ? ഇല്ല സാർ. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറയാം. അല്ല സാർ. ക്ലിയർ അല്ല അല്ലേ? ഓക്കെ പ്രിൻസ്, ഒന്നുകൂടി നോക്കുക. നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ പ്രോഗ്രാം കൗണ്ടറിലാണ്, കണ്ടോ നമ്മുടെ ഡയഗ്രാം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇൻസ്ട്രക്ഷൻ 4000 എന്ന് പറയുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ ഇതിലാണ് നമ്മൾ ആരുള്ളത്? ഈ ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഇതിനെ എടുക്കണം. ഇതിനെ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിന് എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? MAR എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് കൊടുക്കണം. കാരണം MAR ആണ് ഫെച്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കൊണ്ടുപോകുന്നത്. അതറിയാലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഇപ്പൊ എവിടെയുള്ളത്? പ്രോഗ്രാം കൗണ്ടറിലുണ്ട്. അത് എങ്ങനെ എത്തണം? MAR എത്തണം. സോ പ്രോഗ്രാം കൗണ്ടറിന്റെ ഔട്ട് ഇവിടെ എത്തി, ത്രൂ ബസ്സിലെത്തി. നേരത്തെ എന്തായിരുന്നു ഈ കൺഫ്യൂഷൻ ഇല്ലാത്തത്? എല്ലാം കൂടി ഒറ്റ ബസ്സിലാണ്. ഔട്ട് ഇന്ന അങ്ങ് ഡയറക്റ്റ് കൊടുത്താൽ മതി. പക്ഷെ ഇതെങ്ങനെയാണ്? ഡിഫറെന്റ് ബസ്സസ് ഉണ്ട്. ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. പ്രോഗ്രാം കൗണ്ടർ ഔട്ട് വന്നു, കണക്റ്റഡ് വിത്ത് ബസ് ബി. സോ R=B സെലക്ടിങ് ബസ് ബി. ആ ഇൻപുട്ട് ഇങ്ങനെ വന്നു, അത് എവിടെ എത്തി? MAR രജിസ്റ്ററിലേക്ക് എത്തി. ഈ PC ഔട്ട് MAR ഇൻ ബിറ്റ്വീൻ R=B എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ വന്നു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ദെൻ വി ആർ പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ. ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് റീഡ് ചെയ്യണം. ദെൻ ആഡ് ഫോർ സെഡിലേക്ക് സേവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ഇൻക്രിമെന്റർ യൂണിറ്റ് എന്ത് ചെയ്തു? PC-നെ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടണം. വി ആർ വെയിറ്റിംഗ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. ഇൻസ്ട്രക്ഷൻ വന്നാൽ എവിടെ ഉണ്ടാവുക? അത് MDR-ലാണ് ഉണ്ടാവുക, മെമ്മറി ഡാറ്റ രജിസ്റ്റർ. മെമ്മറി ഡാറ്റ രജിസ്റ്ററിന്റെ ഔട്ട് കണ്ടോ? ഈ MDR-ന്റെ ഔട്ടും പോകുന്നത് എങ്ങോട്ടാണ്? ബി എന്ന് പറയുന്ന ബസ്സിലാണ്. MDR ഔട്ട്. ദെൻ R=B. R=B എന്ന് പറയുമ്പോൾ എന്താ? സെലക്ടിങ് ബസ് ബി. അത് ഇങ്ങനെ പോയി ALU-ലൂടെ വന്ന് എങ്ങോട്ട് പോകണം? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പോകണം. അതാണ് MDR ഔട്ട്, R=B, IR in. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തി നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ. ആഡ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇപ്പം ഈ ഇവിടെ ആകുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അല്ലെ ഒന്നുകൂടി പറയാം. ഒന്ന് റെസ്പോണ്ട് ചെയ്ത സിമ്പിൾ കാര്യമാണ്. നിങ്ങളെ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. വൈഷ്ണവി, തുളസി, വിഷ്ണു. എടാ റെസ്പോണ്ട് ചെയ്യും, എന്നാലേ പറഞ്ഞു പോകാൻ പറ്റൂ. ലിഖിത്, ജെറീഷ്, അനുപമ. Yes, sir. അർപ്പിത ക്ലിയർ അല്ലേടാ? ആ ലിഖിത്, ഓക്കെ. ഞാനിത് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ദെൻ രജിസ്റ്ററിൽ ഡാറ്റ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാനില്ല, കാരണം രജിസ്റ്റർ ഫയലിൽ നിന്ന് ഓപ്പറന്റ് ഡയറക്റ്റ് കണ്ടോ? R4 ഔട്ട് ത്രൂ എ എന്ന് പറഞ്ഞ രജിസ്റ്റർ, എ എന്ന് പറഞ്ഞ ബസ്സിലേക്ക് R4 ഔട്ട് ഫസ്റ്റ് രജിസ്റ്റർ വാല്യൂ വെച്ചു കൊടുത്തു. R4 ഔട്ട് ടു ബി രജിസ്റ്റർ ബി ബസ്സിലേക്ക് നമ്മൾ 2 ഓപ്പറന്റും വന്നു. ദെൻ ഒരു ഓപ്പറന്റ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫെഡ് ചെയ്തു. രണ്ടാമത്തെ ഓപ്പറന്റ് മൾട്ടിപ്ലക്സറിലൂടെ വരുന്നത് കൊണ്ട് സെലക്ട് എയും ബിയും ആണ് നമുക്ക് വേണ്ടത്. മീൻസ് R4-ഉം R5-ഉം വരുന്നത് എയിലും ബിയിലാണ്. പെർഫോമിംഗ് അഡീഷൻ. റിസൾട്ട് എങ്ങോട്ട് പോകുന്നു? R6 ഇന്നിലേക്ക് പോകുന്നു. കണ്ടോ? രജിസ്റ്റർ ഫയലില് ഇങ്ങനെ ഒരു ഇൻപുട്ട് ഉണ്ട്. രജിസ്റ്റർ R4-ഉം R5-ഉം R6-ഉം ഒക്കെ എവിടെയുള്ളത്? രജിസ്റ്റർ ഫയലിലേക്കാണുള്ളത്. സോ അഡീഷൻ പെർഫോം ചെയ്തു, റിസൾട്ട് ഇങ്ങനെ പോകുന്നു. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിലെ കേസ്. ഡീറ്റെയിൽ ആയിട്ട് ബിഗ് സ്ക്രീൻ ഇട്ട് ഒന്നുകൂടി പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ MAR-ലേക്ക് ലോഡ് ചെയ്യണം. സോ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഇങ്ങനെ പോയി ത്രൂ ബസ് ബി. അപ്പൊ നമ്മൾ R=B സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ ഔട്ട്പുട്ട് വരണം. ഈ ALU വഴി മാത്രമേ തിരിച്ച് ഈ ഒരു MAR രജിസ്റ്ററിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. സോ R=B ALU സെലക്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ അവൈലബിൾ ഇൻ ബസ് ബി ഈസ് ഫെഡ് ഇൻ ടു MAR രജിസ്റ്റർ.
ദെൻ വി ആർ സെൻഡിങ് റീഡ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിന്ന് റീഡായി. റീഡ് ചെയ്ത കണ്ടന്റ് എവിടെ ഉണ്ടാവും? മെമ്മറി ഡാറ്റ. പറഞ്ഞോ. ഈ ആർ ഈക്വൽ ടു ബി എന്ന ഓക്കെ, ആർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് നമ്മളെ ALU ബസ് ബിയിലെയും ബസ് എയിലെയും കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ആണ് ആർ ഈക്വൽ ടു ബി അല്ലെങ്കിൽ ആർ ഈക്വൽ ടു എ. ഓക്കെ, അപ്പം ആർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോഴാണ് ബി ബസ്സിലെ ഡാറ്റനെ നമ്മൾ എടുക്കുന്നത്. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ബിയിലല്ലേ ഉള്ളത്. ഈ ആറ് കണ്ടോ? ഈ ആറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ആണോ ബി ആണോ എടുക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ആർ ഈക്വൽ ടു എ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ ബസ്സിലെ കണ്ടന്റ് ആയിരിക്കും എടുക്കുക. ആർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് എന്താണ്? ബസ് ബിയിലെ കണ്ടന്റ് ആണ് എടുക്കുക. ഈ ആർ എന്ന് പറയുന്നത് ശരിക്കും ALUവിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഈ ഔട്ട്പുട്ട് ആർ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബി ബസ്സിലെ കണ്ടന്റ് എടുത്ത് അത് ഇങ്ങോട്ട് ഫെഡ് ചെയ്ത് കൊടുത്തു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ഫെഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? ദെൻ PC ഇൻക്രിമെന്റ് ചെയ്തു, വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് നോക്കുക, മെമ്മറിയിൽ നിന്ന് വന്ന ഡാറ്റ എവിടെ ഉണ്ടാവുക? മെമ്മറി ഡാറ്റ രജിസ്റ്ററിലാണ് ഉണ്ടാവുക. ആ ഡാറ്റയും കൂടി ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ബി എന്ന് പറഞ്ഞ ബസ്സിലേക്കാണ് ഉണ്ടാവുക. ബിയിലും പോകുന്നുണ്ട്, എയിലും പോകുന്നുണ്ട്. പക്ഷെ ഡാറ്റ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ബസ്സിൽ നിന്ന് എടുത്തു. വീണ്ടും MDR ഔട്ട് ആർ ഈക്വൽ ടു ബി ബസ്സിൽ നിന്ന് ആ ഡാറ്റനെ എടുത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവച്ചു. വിച്ച് മീൻസ് MDRലെ ഡാറ്റ ഇങ്ങനെ പോയി ത്രൂ ALU വഴി പോയിട്ട് മാത്രമേ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി. R4നെയും R5നെയും ആഡ് ചെയ്യാന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണെന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ പറഞ്ഞു കൊടുത്തു. ഇനി രജിസ്റ്റർ ഫയലിൽ നിന്ന് എന്തിനെടുക്കണം? R4നെ എടുക്കണം. അപ്പൊ R4 ബസ് എയിലേക്കും പോയി, R5 ബസ് ബിയിലേക്കും പോയി. ബസ് ബിയിലേക്ക് പോയത് ഡയറക്റ്റ് ബി എന്ന് പറയുന്ന സ്ലോട്ടിലേക്ക് ലോഡ് ആവുന്നുണ്ട്. എ എന്ന് പറയുന്ന സ്ലോട്ടിലേക്ക് ആര് ലോഡ് ആവണം? നമ്മുടെ R4 ലോഡ് ആവണം. അതാണ് സെലക്ട് എ ദെൻ പെർഫോമിംഗ് അഡീഷൻ. റിസൾട്ടിനെ നമ്മൾ റൈറ്റ് ബാക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഒരു ഫ്യൂ ലൈൻസ് അവിടെ എഴുതി വെക്കുക. 2-3 ലൈൻസ് വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ എന്ന് എഴുതുക. മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. PC out equal to R equal to B, MAR in read increment PC. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കണ്ടന്റ് ഓഫ് PC പാസ്ഡ് ത്രൂ ALU, കണ്ടന്റ് ഓഫ് PC പാസ്ഡ് ത്രൂ ALU യൂസിങ് R equal to B control signal, using R equal to B control signal. And loaded into MAR register. And loaded into MAR register. Comma, sending read signal. Sending read signal. And incrementing PC by 4. Sending read signal and incrementing PC by 4. അഭിനവ്, ആദിത്യ, ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ആദിത്യ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഐശ്വര്യ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാം. വെയിറ്റ് ഫോർ മെമ്മറി ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. Wait for memory function to complete. Then now the instruction is available in memory data register. Memory data register. And transfer the data to IR. And transfer the data to IR. മെമ്മറി ഡാറ്റ രജിസ്റ്ററിലായിരിക്കും ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. ട്രാൻസ്ഫർ ദി ഡാറ്റ ടു IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ബ്രാക്കറ്റിൽ വേണം എഴുതി വെക്കുക. ത്രൂ ദി ബസ് ബി കൺട്രോൾ സിഗ്നൽ R equal to B. Through the bus B control signal R equal to B.
PPT ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക. മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ വന്നു. ഇത് എവിടെ എത്തണം? ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തണം. നമുക്ക് തിരിച്ചിങ്ങനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് മേലോട്ട് ഇട്ട് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. ത്രൂ ബസ് ബി ഇങ്ങനെ വന്ന് ALU വഴി വന്നിട്ടേ തിരിച്ച് IR വരാൻ പറ്റുള്ളൂ. ഒരു റൊട്ടേഷൻ വേണം. അതുകൊണ്ട് ത്രൂ ALU വഴി പോണേൽ R=B വന്നിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഡാറ്റ ഇട്ട് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇത്രയും. ഇനി ഒരു ലൈനും കൂടിയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് എഴുതുക. ഓപ്പറൻസ് പാസ്ഡ് ടു ALU ത്രൂ ബസ്സസ് A, B. ഓപ്പറൻസ് പാസ്ഡ് ടു ALU ത്രൂ ബസ്സസ് A, B. And perform addition operation and store the result into register R6 ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ അല്ലേ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആകെ കുറച്ചുപേരെ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. യാദവ്, വൈഷ്ണ പ്രദീപ്, വിഷ്ണു KK, തുളസി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിയാണേ. ഇത്ര ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ആഡ് സപ്പോസ് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഒരിക്കലും കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയാണ് പറയുന്നത്. ആഡ് R1, R2, R3 ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നില്ലേ? ഇതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ എവിടെയെങ്കിലും R1, R2, R3 ടെക്സ്റ്റിലോ നോട്ടിലോ ചിലപ്പം R2നെ R3നെ ആഡ് ചെയ്തിട്ട് R1ൽ ഇടുന്നത് പോലെ കാണാം. അല്ലെങ്കിൽ R1നെ R2നെ ആഡ് ചെയ്തിട്ട് R3യിൽ ഇടുന്നത് പോലെയും കാണാം. ഇത് രണ്ടും പോസിബിൾ ആണ്. ഈ രണ്ട് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഒരുപാട് ആർക്കിടെക്ചർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പം നോട്ട്സിലും ടെക്സ്റ്റിലും നിങ്ങൾക്ക് ചേഞ്ചസ് കണ്ടാൽ നിങ്ങൾ അത് തെറ്റാണെന്ന് കരുതണ്ട. ഓരോ ടെക്സ്റ്റ് റെഫർ ചെയ്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിച്ചതും ഇത് രണ്ടും സോഴ്സ് R2, R3 സോഴ്സ്, ഡെസ്റ്റിനേഷൻ തിരിച്ച് R1ലേക്ക് ഇടുന്നു. ഇത് ട്രഡീഷണലി നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ഏതെങ്കിലും നോട്ടോ ടെക്സ്റ്റോ വായിക്കുമ്പം R1, R2നെ ആഡ് ചെയ്തിട്ട് R3ലേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, അതും പോസിബിൾ ആണ്. ശ്രദ്ധിച്ച ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പുറം ഇപ്പുറവും കണ്ടിട്ടുണ്ടാവും നോട്ട് വായിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. അഞ്ജിത രഞ്ജിത്ത് കാര്യം പറഞ്ഞത് മനസ്സിലായോ? അനുപമ, എടാ അർപ്പിത, ക്ലിയർ അല്ലേ? ഓക്കെ മക്കളെ, ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ R1, R2നെ ആഡ് ചെയ്തിട്ട് R3യിൽ ഇടുന്ന പോലെയുള്ള ഇൻസ്ട്രക്ഷൻ കണ്ടിട്ടുണ്ടാവും. അത് ശരിയാണ്. അതുപോലെ തന്നെ R2, R3നെ ആഡ് ചെയ്തിട്ട് R1 എന്ന് പറഞ്ഞിടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. എക്സാമിന് നിങ്ങൾ 2 എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. രണ്ടും ശരിയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള്, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ വരെ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫസ്ന അബ്ദുൾ ലത്തീഫ്, മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ക്ലിയർ ആണോ? ഓക്കെ, എന്തായാലും വായിക്കണം. നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിഷാജ് പഠിക്കണേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതുക. C implies means reverse implies A plus B. C
മീൻസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ പ്ലസ് ബി. റൈറ്റ് ഇൻ 3 അഡ്രസ്, 2 അഡ്രസ് ആൻഡ് 1 അഡ്രസ് റെപ്രസെന്റേഷൻ. ത്രീ അഡ്രസ്, 2 അഡ്രസ് ആൻഡ് 1 അഡ്രസ് റെപ്രസെന്റേഷൻ. അതായത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കയ്യിലൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ സി എന്ന മെമ്മറിയിലേക്ക് പ്ലസ് ബി എങ്ങനെ ചെയ്യുന്നു ഇൻ 3 അഡ്രസ്. ക്ലിയർ അല്ലേ? നോക്കിയേ ക്വസ്റ്റ്യൻ. സിയിലേക്ക് എ പ്ലസ് ബി എങ്ങനെ ചെയ്യുന്നു ഇൻ 1 അഡ്രസ്, 3 അഡ്രസ്, 2 അഡ്രസ് ഫോർമാറ്റിൽ. അപ്പൊ ഓർക്കുക, ഇൻ 3 അഡ്രസ് ഫസ്റ്റ് ആൻസർ എഴുതുക. ഇൻ 3 അഡ്രസ് സിമ്പിൾ ആണ്. ആഡ് എ കൊമ ബി കൊമ സി. ആഡ് എ കൊമ ബി കൊമ സി മീൻ ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ എയിലുള്ള ഡാറ്റ എന്താണോ അത് പ്ലസ് ബിയിലുള്ള ഡാറ്റ എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ വരുമ്പം ഡെസ്റ്റിനേഷൻ തിരിച്ചിട്ടാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, സങ്കീർത്തന. ഇനി നെക്സ്റ്റ് നോക്കുക. ഇൻ 2 അഡ്രസ് ഫോർമാറ്റ്. 2 അഡ്രസ്സിൽ നോക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എ നമ്മൾ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. ദെൻ ആഡ് ബി വിത്ത് R1. റിസൾട്ട് എവിടെ തന്നെ ഉണ്ട്? R1ലാണ് റിസൾട്ട് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ R1ലേക്ക് എ മൂവ് ചെയ്തു. ദെൻ ആഡ് ബി വിത്ത് R1. റിസൾട്ട് വീണ്ടും എങ്ങോട്ട് വന്നു? R1ലേക്ക് വന്നു. ദെൻ R1നെ നമ്മൾ തിരിച്ച് സിയിലേക്ക് പ്ലേസ് ചെയ്തു. മൂവ് R1 ടു സി. 2 അഡ്രസ് ഒന്ന് എഴുതി വെക്കുക. മൂവ് എ R1 മീൻസ് മൂവിങ് ദി ഡാറ്റ ഇൻ ലൊക്കേഷൻ എ ടു R1. ആഡ് ദി ഡാറ്റ ഇൻ ലൊക്കേഷൻ ബി വിത്ത് R1. R1ൽ ഓൾറെഡി എ ഉണ്ട്. ദെൻ റിസൾട്ട് സ്റ്റോർ ബാക്ക് ചെയ്യുന്നു സിയിലേക്ക്. ഇത് എക്സാമിന് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എഴുതിയില്ലേ? സാരംഗ്, സേജൽ. ഓക്കെ. ദെൻ ഇനി 1 അഡ്രസ്സിൽ എങ്ങനെയാണ് എഴുതുക? 1 അഡ്രസ് എഴുതുമ്പോൾ നമുക്കറിയാം ഓരോ ഓപ്പറൻഡേ ഉണ്ടാവുള്ളൂ. ലോഡ് എ, അതിനെ മൂവ് ചെയ്ത് ലോഡ് ബി, ആഡ്, ആ ഒരു രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അപ്പൊ 1 അഡ്രസ്സിൽ ഇങ്ങനെയാണ് എഴുതുക. ലോഡ് എ മീൻ ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് എ ലോഡഡ് ഇൻറ്റു അക്യുമുലേറ്റർ. സിംഗിൾ അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ ഒരു ഓപ്പറൻഡ് ഉണ്ടാവുന്നത് അക്യുമുലേറ്ററിലാണ്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോഡ് എ എവിടെ എന്ത് ചെയ്തു? അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് എത്തി. ആഡ് ബി മീൻസ് കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ആഡ് വിത്ത് ബി. ഫൈനലി റിസൾട്ടും എവിടെ ഉണ്ടാവും? അക്യുമുലേറ്ററിൽ ഉണ്ടാവുക. സോ ആഡ് ബി മീൻസ് കണ്ടന്റ് ഓഫ് അക്യുമുലേറ്റർ ആഡ് വിത്ത് ബി. റിസൾട്ട് ഓൾസോ റിസൈഡ്സ് ഇൻ അക്യുമുലേറ്റർ. ഫൈനലി സ്റ്റോർ സി വിച്ച് മീൻസ് കണ്ടന്റ് ഓഫ് റിസൾട്ട് മീൻസ് അക്യുമുലേറ്ററിലെ കണ്ടന്റ് സ്റ്റോർ ബാക്ക് ടു രജിസ്റ്റർ സി. അപ്പം ലോഡ് എ, ആഡ് ബി ആൻഡ് സ്റ്റോർ സി. ലോഡ് എ, ആഡ് ബി ആൻഡ് സ്റ്റോർ സി. ലോഡ് എ, ആഡ് ബി, സ്റ്റോർ സി. ക്ലിയർ ആണോ? 1-2 ആൾക്കാർ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഒരു പ്രോബ്ലം തന്നുവിടാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് മതിയല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. പെർഫോം, സാറ് സിമ്പിൾ പറഞ്ഞ് നമുക്ക് വലുത് തന്നു എന്ന് പറയണ്ട, ഇതും സിമ്പിൾ ആണ് കേട്ടോ. പെർഫോം
A+B ഇൻറ്റു C+D. ആൻസർ താഴെ കാണുന്നുണ്ടാവും അല്ലേ? പെർഫോം A+B ഇൻറ്റു, ആരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. പെർഫോം A+B ഇൻറ്റു C+D. 3 അഡ്രസ്സിലും 2 അഡ്രസ്സിലും 1 അഡ്രസ്സിലും പെർഫോം ചെയ്യാം. പെർഫോം A+B ഇൻറ്റു C+D. പെർഫോം A+B ഇൻറ്റു C+D in 3 address, 2 address and 1 address format. ഓക്കെ, ചെയ്ത് നോക്കണേ. ആൻസർ ഒന്നിക്ക് ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തനുശ്രീ പെർഫോം A+B ഇൻറ്റു C+D ഒന്ന് പെർഫോം ചെയ്ത് നോക്കുക. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇതുവരെയുള്ള നോട്ട്സ് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂള് തുടങ്ങുന്നതിന് മുന്നേ നമുക്കത് ഡിസ്കസ് ചെയ്യണം.